ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ, ഏതായാലും മഴയൊക്കെയാണ്, പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടുള്ള കുറച്ച് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. പായസം എന്ന് പറഞ്ഞാൽ ചക്ക കൊണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു നാളികേരം കേട്ടോ, ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് നാളികേരം ചെറുകിച്ചിട്ടുണ്ട്. ഇനി പാല് പിഴിയണം കേട്ടോ. ഇത് ഞാൻ ചക്ക വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടെന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ്, മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചക്ക ഉണ്ടല്ലോ, ആ ചക്ക ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ച പോലെ തന്നെ ആവുമ്പോൾ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ടകളായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ നെയ്യിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് തോന്നുന്നു. അത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ എന്നോട് ഇങ്ങനെ 2-3 ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ, അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചിട്ട് എടുത്തൂടെ, നിങ്ങളുടെ ഫേസൊക്കെ ഒന്ന് കാണിച്ചെടുത്തൂടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൊണ്ടല്ല, എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല, ഫോൺ വെച്ച്. അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ എൻ്റെ ഫേസും കുക്ക് ചെയ്യണതും കൂടിയും ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല. പിന്നെ ലച്ചുമോളുള്ള സമയത്തേ പറ്റുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ഞാൻ ശർക്കര മെൽട്ടാക്കിയത് അതും കൂടെ നമ്മുടെ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇനി നാളികേരപ്പാലും കൂടിയും പറഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. വേഗം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. ഞാനിത് ഒരു സൺഡേ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മഴയായിരുന്നു. അപ്പോൾ മഴയപ്പോൾ ഇങ്ങനെ ഒരാഗ്രഹം പായസം കുടിച്ചാലോ എന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ ഏതായാലും ചക്ക ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഒരു നാളികേരം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് കേട്ടോ ഈ ഒഴിക്കുന്നത്. 2 പാലായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് സത്യം പറയാലോ, മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നോട് എല്ലാവരും പറയും മധുരം ഇങ്ങനെ കഴിക്കണ്ട, ഷുഗറൊക്കെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മധുരം കണ്ട എനിക്ക് എന്തോ പോലെയാണ്, കഴിക്കാൻ അങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മധുരമുള്ളത് അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ 2ാം പാല് പാർന്നതിന് ശേഷം ഒന്നിങ്ങോട്ട് തിളച്ചാൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് തിളച്ച് ഇതാകുമൊന്നും വേണ്ട. ഒന്നിങ്ങോട്ട് തിള വന്നാൽ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെയാണ് 1ാം പാല് പാർന്ന് കൊടുക്കുന്നത് കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷമാണ് 1ാം പാല് പാരുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്നിങ്ങോട്ട് കുമിള വന്നതിന് ശേഷം ഞാൻ തീ ഓഫാക്കി കേട്ടോ. എന്നിട്ടാണ് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയും 1ാം പാൽ ഇട്ടിട്ടുണ്ട്. ഒരു നാളികേരം മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതൊന്ന് വറുത്തിടണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വറുത്തിടാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, നാളികേരക്കൊത്ത് മാത്രം ഇട്ടിട്ടാണ് വറുത്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് മുരിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഓഫാക്കിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക, ലൈക്കും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്